പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള അറിവിന്റെ ജാലകങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. ഇതിനകത്ത് നമ്മൾ ബയോളജിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തു വരുന്നത്. അപ്പൊ എന്തായാലും സംസാരിച്ച സമയം കളയണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വരുന്നത് കാഴ്ച സാധ്യമാകുന്നതിന് കണ്ണിനെ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്നാണ് കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പൊ കാഴ്ച സാധ്യമാകുന്നതിന് കണ്ണിനെ സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കൺപോളകളാണ്. ഒന്നെന്ന് പറയുന്നത് കൺപോളകളാണ്. ഓക്കെ, കൺപോളകളാണ്. അതുപോലെ തന്നെ രണ്ടെന്ന് പറയുന്നത് എന്താണ്? കൺപീലികളാണ് അല്ലെ? കൺപീലികളാണ്. മൂന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൃഷ്ണമണിയാണ് കേട്ടോ. എന്താണ്? കൃഷ്ണമണി. നാലെന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് ആണ്. 4 ലെൻസ് ആണ്. 5 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റെറ്റിനയാണ് കേട്ടോ. 5 എന്ന് പറയുന്നത് റെറ്റിനയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ ഉള്ളത് പച്ചക്കറികളിലാണ് അല്ലെ? പച്ചക്കറികളിലും ഇരക്കറികളിലുമാണ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണ്ണിലെ ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? തലകീഴായതാണ് കേട്ടോ. തലകീഴായത്. ഓക്കെ, അപ്പോ ഇൻവേർട്ടഡ് അല്ലെങ്കിൽ തലകീഴായിട്ടുള്ള പ്രതിബിംബങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിലെ ലെൻസ് ഉണ്ടാക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. കണ്ണിലെ പ്രതിബിംബം പതിക്കുന്ന സ്ക്രീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടല്ലോ, ഒരു റോസാപ്പൂവിന്റെ ഇമേജ്. അതിന് നമ്മൾ ലെൻസ് മുഖാന്തരം ഈ ഒരു പ്രതിബിംബം ഉണ്ടാകുന്ന സ്ക്രീൻ ഏതാണ്? ഇവിടെ റെറ്റിനയാണ് അല്ലെ? റെറ്റിനയാണ്. അപ്പൊ ഈ റെറ്റിനയിൽ ഉണ്ടാകുന്ന ഈ ഒരു പിക്ചറിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഇൻവേർട്ടഡ് ആണ് അല്ലെങ്കിൽ തലകീഴായതാണ് അല്ലെ? ഇവിടെ റോസാപ്പൂ എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ റോസാപ്പൂ തലകീഴായിട്ടിരിക്കുന്നു അല്ലെ? അപ്പോൾ ലെൻസ് മുഖാന്തരം നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ണിലെ പ്രതിബിംബം പതിക്കുന്ന സ്ക്രീനായ റെറ്റിനയുടെ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? അവര് ഇൻവേർട്ടഡ് ആണ് അല്ലെങ്കിൽ തലകീഴായതാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്നത് എന്ത് മുഖാന്തരമാണെന്ന് ചോദിച്ചാൽ നേത്ര നാഡികൾ മുഖാന്തരമാണ്. നേത്ര നാഡികൾ മുഖാന്തരമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്ന എന്ത് മുഖാന്തരമാണ്? നേത്ര നാഡികൾ. നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ റെറ്റിനയിൽ എത്തുന്ന പ്രതിബിംബത്തിന്റെ സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്നത് നേത്രനാഡികൾ മുഖാന്തരമാണ് എന്നറിഞ്ഞിരിക്കുക. തലച്ചോറിന് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാകുന്നു. അപ്പൊ നേത്രനാഡികള് മുഖാന്തരം നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന, ഇത് തലച്ചോറാണെന്ന് സങ്കല്പിക്കുക, ഈ തലച്ചോറിലേക്ക് എത്തുന്ന ഈ ഒരു ഇമേജസിന്റെ പിക്ചർ എങ്ങനെയായിരിക്കും? വീണ്ടും അത് നിവർന്നതും യഥാർത്ഥവുമായിരിക്കും അല്ലെ? അപ്പോ ലെൻസിൽ നിന്ന് തലകീഴായിട്ടുള്ള പിക്ചർ റെറ്റിനയിലേക്ക് എത്തും. റെറ്റിനയിൽ നിന്ന് നേത്രനാഡികൾ മുഖാന്തരം തലച്ചോറിലേക്ക് എത്തുന്ന പ്രതിബിംബത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും? അവര് യഥാർത്ഥവും അതുപോലെ തന്നെ നിവർന്നതും ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന കാഴ്ചയെ പറയുന്ന പേരാണ് ബൈനോക്കുലാർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്ന് പറയും. എന്താണ്? ദ്വിനേത്ര ദർശനം കേട്ടോ. ദ്വിനേത്ര ദർശനം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ദ്വിനേത്ര ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്ന കാഴ്ചയെ പറയുന്ന പേരാണ് ദ്വിനേത്ര ദർശനം അല്ലെ? ഈ ദ്വിനേത്ര ദർശനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ദ്വിനേത്ര ദർശനം കാരണമാണ് വസ്തുക്കളുടെ അകലവും അതുപോലെ തന്നെ സ്ഥാനവും നമുക്ക് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ദ്വിനേത്ര ദർശനം കാരണമാണ് ഒരു വസ്തുവിന്റെ അകലവും സ്ഥാനവും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാനായി കഴിയുന്നത്. അന്ധരായിട്ടുള്ള ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയെ പറയുന്ന പേരെന്താണ്? വൈറ്റ് കെയിൻ എന്നാണ് അല്ലെ? WHIT, വൈറ്റ് കെയിൻ എന്നാണ് അല്ലെ? എന്താണ് വൈറ്റ് കെയിൻ? അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയെ പറയുന്ന പേരാണ് വൈറ്റ് കെയിൻ. ഈ സുരക്ഷിതമായി ഉപയോഗിക്കുന്ന വെളുത്ത വടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അലുമിനിയം കൊണ്ടാണ് കേട്ടോ. ആ പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അലുമിനിയം കൊണ്ടാണ് ഈ ഒരു വെളുത്ത വടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ്, നമ്മുടെ ബ്രെയിലി ലിപി നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ അന്ധരായിട്ടുള്ള ആളുകൾ എന്താണ് വായിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ബ്രെയിലി ലിപി. അപ്പൊ ഈ ബ്രെയിലി ലിപി വികസിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ലൂയിസ് ബ്രെയിലിയാണ് കേട്ടോ. അപ്പൊ ഈ പിക്ചറൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബ്രെയിലി ലിപി വികസിപ്പിച്ചത് ആരാണ്? ലൂയിസ് ബ്രെയിലിയാണ് വികസിപ്പിച്ചെടുത്തത്. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഈ പോയിന്റ് ഡോട്ട് ആയിട്ട് വെച്ചിട്ട് കാണിക്കുന്നില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. അന്ധരായിട്ടുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് എന്തെന്ന് പറയുന്നത്? ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. കട്ടിയുള്ള ഒരു കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ അക്ഷരങ്ങൾ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്.
ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് ബ്രെയിലിയാണ് എന്ത് ചെയ്യുന്നത് ഈ രീതി വികസിപ്പിച്ചത്. അപ്പോൾ ലൂയിസ് ബ്രെയിലി ഏത് രാജ്യക്കാരനാണ്? ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന ഈ ഒരു എഴുത്ത് സമ്പ്രദായം കണ്ടുപിടിച്ചത് ലൂയിസ് ബ്രെയിലി ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത രീതികളിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത ആംഗിളുകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് ജീവിയാണെന്ന് അറിയാമോ? മരയോന്ത് അല്ലെങ്കിൽ കെമലിയൺ ആണ് കേട്ടോ. എന്താണ്? മരയോന്തിന്റെ പ്രത്യേകത എന്താണ്? മരയോന്തിന്റെ രണ്ട് ഉണ്ട കണ്ണുകൾ രണ്ട് സൈഡിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവര് രണ്ട് സൈഡിലേക്ക് എന്ന് വെച്ചാൽ ഒരു കണ്ണ് ഈ സൈഡിലെ കാഴ്ചകൾ കാണും, ഈ കണ്ണ് ഈ സൈഡ്, ഈ കണ്ണ് ഈ സൈഡിലെ കാഴ്ചകൾ കാണും. അങ്ങനെ രണ്ട് സൈഡിലെ കാഴ്ചകളും ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവികൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് മരയോന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ തല പിറകിലേക്ക് തിരിച്ചുകൊണ്ട് പിറകിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന പക്ഷി ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം അത് ഔൾ അല്ലെങ്കിൽ എന്താണ്? മൂങ്ങയാണ് അല്ലെ. തല പിറകിലേക്ക് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂങ്ങയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പൂച്ചയുടെ കണ്ണിനൊരു പ്രത്യേകതയുണ്ട്. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുന്നത് പകൽ വെളിച്ചത്തിൽ എന്തായിരിക്കും? ചുരുങ്ങിയതായിരിക്കും. രാത്രി പരമാവധി വികസിപ്പിച്ചതുമായി കാണുന്നു. അതിനാല് ഇവർക്ക് നേരിയ പ്രകാശം പോലും വളരെ നന്നായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? പൂച്ചകൾക്കുണ്ട്. അതുകൊണ്ടാണ് പൂച്ചകളുടെ കണ്ണ് രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തിളങ്ങി നിൽക്കത്തില്ലേ? അപ്പോൾ പൂച്ചകൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? പൂച്ചകളുടെ കണ്ണിന് നമ്മളിവിടെ എഴുതിയിരിക്കുന്നുണ്ട്, പൂച്ചകളുടെ കണ്ണിൽ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും രാത്രിയിൽ പരമാവധി വികസിപ്പിച്ചതുമായിരിക്കും. അതുകൊണ്ട് തന്നെ നേരിയ പ്രകാശം പോലും ഇവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാനും അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവർക്ക് നന്നായിട്ട് കാണാനായി സാധിക്കുന്നു. അപ്പൊ മൂങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂങ്ങയുടെ തല എന്ത് ചെയ്യാനായി കഴിയും? മുൻഭാഗത്തായിട്ട് വലിയ രണ്ട് കണ്ണുകളാണ് ഉള്ളത്. തല പിറകിലോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാനായി ആർക്ക് സാധിക്കുന്നു? മൂങ്ങകൾക്ക് സാധിക്കുന്നു. മരയോന്ത് അല്ലെങ്കിൽ കെമലിയന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരു സൈഡിൽ ഒരു കണ്ണും മറ്റേ സൈഡിൽ മറ്റൊരു കണ്ണുമാണ് ഉള്ളത്. അപ്പോ എന്ത് ചെയ്യാനായി കഴിയും? അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാനായി കഴിയുന്ന ജീവിയാണ് ആര്? മരയോന്ത് അല്ലെങ്കിൽ കെമലിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ SCERT പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ശബ്ദത്തെ ശേഖരിച്ചുകൊണ്ട് ചെവിക്കുള്ളിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ചെവിക്കുടയാണ് കേട്ടോ. എന്താണ്? ചെവിക്കുട. ഓക്കെ. അപ്പൊ ചെവിക്കുടയുടെ പ്രത്യേകത എന്താണ്? ശബ്ദത്തെ ശേഖരിച്ചുകൊണ്ട്. അപ്പൊ ചെവി നമ്മൾ ഇങ്ങനെ ഇരിക്കുമല്ലേ? അപ്പൊ ഈ ചെവിയുടെ ഇതാണ് ചെവിക്കുട എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് ചെവിക്കുട. അപ്പൊ ഈ ചെവിക്കുടയുടെ പ്രത്യേകത എന്താണ്? ശബ്ദത്തെ ശേഖരിച്ചുകൊണ്ട് ചെവിക്കുള്ളിലേക്ക് എത്തുന്ന ചെവിയുടെ ഭാഗമാണ് ചെവിക്കുട. കേൾവിയില്ലാത്ത ആളുകൾക്ക് ശരിയായ കേൾവിക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചോദിച്ചാൽ ശ്രവണ സഹായികളാണ്. ശ്രവണ സഹായി എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ പാമ്പുകൾ അല്ലെ, പാമ്പുകൾക്ക് തറയിലുണ്ടാകുന്ന നേരിയ ചലനം പോലും തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ചോദിച്ചാല് ആന്തരകർണം എന്നറിഞ്ഞിരിക്കുക. എന്താണ്? ആന്തരകർണം കേട്ടോ. ആന്തരകർണം. ഓക്കെ. ആന്തരകർണം. ഓക്കെ. അപ്പൊ എന്താണ് ആന്തരകർണം എന്ന് പറയുന്നത്? ആന്തരകർണം ആർക്കാണുള്ളത്? പാമ്പുകൾക്കാണ്. പാമ്പുകൾക്ക് തറയിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് എന്ത്? ആന്തരകർണം. അതുപോലെ തന്നെ ഘ്രാണശക്തി. ഈ ഘ ഇതാണ്, എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇതെടുത്തിട്ടത്. അപ്പൊ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഘ്രാണശക്തി എന്ന് വെച്ചാൽ സ്മെല്ലാണ് കേട്ടോ. സ്മെൽ പവർ ആണ്. സ്മെല് ചെയ്യാനുള്ള മണത്തിന്റെ പവറാണ് ഘ്രാണശക്തി എന്ന് പറയുന്നത്. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണെന്ന് അറിയാമോ? അത് സ്രാവാണ് കേട്ടോ. സ്രാവ് അല്ലെങ്കിൽ ഷാർക്കാണ്. അപ്പൊ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ചോദിച്ചാൽ അത് സ്രാവാണ് അല്ലെങ്കിൽ ഷാർക്കാണ്. എന്നാൽ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള കരയിലെ ജീവി എന്ന് വെച്ചാൽ ഏതാണ്? പട്ടിയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതലുള്ള കരയിലെ ജീവി പട്ടിയാണ്. മണം ഏറ്റവും കൂടുതലുള്ള കടലിലെ ജീവി അല്ലെങ്കിൽ മൊത്തത്തിലും ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചാൽ സ്രാവിനാണ്. ഏകദേശം 50 മീറ്റർ അപ്പുറത്തുള്ള ചോരയുടെ മണം വരെ ഇതിന് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് ഈ സാധനം നമ്മൾ കടലിലൊക്കെ കൈയും കാലൊക്കെ മുറിഞ്ഞൊക്കെ ഇറങ്ങുന്ന നേരത്ത് നമ്മുടെ സ്രാവിന്റെ ആക്രമണമൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതും ഈ ഒരു സ്രാവിന്റെ ഘ്രാണശക്തിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. പാമ്പുകൾക്ക് ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന അവയവത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആന്തരികർണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ നാക്കിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സൈഡിലുള്ളത് പുളിയാണ്. നമ്മുടെ നാക്കിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന രുചി ഏതാണെന്ന് വെച്ചാൽ പുളിയാണ്. നാക്കിന്റെ ഏകദേശം ഉൾഭാഗത്തായിട്ട് നമുക്ക് ഉള്ള രുചി ഏതെന്ന് വെച്ചാൽ അത് കയ്പ്പാണ്. നാക്കിന്റെ ഫ്രണ്ടില് രണ്ട് സൈഡിലായിട്ടുള്ളത് ഉപ്പാണ്. ഫ്രണ്ടിൽ ഏറ്റവും തുമ്പത്തുള്ളതാണ് മധുരം കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഈ പോർഷനിലൊന്നും എന്തില്ല, രുചിയൊക്കെ കുറവാണ് ഈ പോർഷനിൽ. അതുകൊണ്ടാണ് നമ്മുടെ ഗുളികയൊക്കെ എടുത്ത് ഈ പോർഷനിൽ വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് കാര്യം കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് പുളിയാണുള്ളത്, നമ്മുടെ ഉൾഭാഗത്തായിട്ട് കയ്പ്പാണ്. അപ്പോൾ നാക്കിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ഭാഗത്ത് എന്ന് പറയുമ്പോൾ വലതുഭാഗത്തും ഇടതുഭാഗത്തായിട്ട് നമ്മുടെ ഉപ്പാണുള്ളത്. ഏറ്റവും ഫ്രണ്ടിലുള്ളതാണ് എന്ത്? മധുരം കേട്ടോ. അപ്പൊ ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന നാക്കിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് ഭാഗമാണ്? ഒന്ന് പറഞ്ഞേ. നാക്കിലെ
നമ്മുടെ ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന നമ്മുടെ നാക്കിലെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് രസമുകുളങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. രസമുകുളങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പുളി, ഉപ്പ് ഈ കാണുന്നില്ലേ, ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് രസമുകുളങ്ങൾ കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മധുരമുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാവിലെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് നാവിന്റെ മുൻഭാഗമാണ് അല്ലെ. നാവിന്റെ മുൻഭാഗം ഉപയോഗിച്ചാണ് നമ്മൾ മധുരം തിരിച്ചറിയുന്നത്. കയ്പുള്ള വസ്തുക്കൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാവിലെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നാവിലെ ഉൾഭാഗമാണ്. കയ്പുള്ള വസ്തുക്കളാണെങ്കിൽ നാവിലെ ഉൾഭാഗമാണെന്ന് അറിഞ്ഞിരിക്കുക. മനുഷ്യന്റെ ചുറ്റുപാടുകളെ കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അറിവ് തരുന്ന കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, നമ്മുടെ ത്വക്ക് കേട്ടോ, ത്വക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളെയാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്കറിയാലോ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് അല്ലെ. അതിൽ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? നമ്മുടെ ത്വക്കാണ് അല്ലെ, തൊലിയാണ്. അപ്പോ എന്താണ്? മനുഷ്യന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അറിവ് തരുന്ന കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗാൻസ് എന്ന് പറയുന്നത്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചാർട്ട് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ. അതിനെ പറയുന്ന പേരെന്താണ്? സ്നെല്ലൻ ചാർട്ട് എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ്? സ്നെല്ലൻ ചാർട്ട് എന്നാണ് കേട്ടോ, സ്നെല്ലൻ ചാർട്ട്. അപ്പൊ നമുക്ക് സ്നെല്ലൻ ചാർട്ടിന്റെ ഒരു പിക്ചർ കാണാം. ഈ കാണുന്നതാണ് സ്നെല്ലൻ ചാർട്ട് കേട്ടോ. ഇതിന് എത്ര വരികളുണ്ടെന്ന് ശ്രദ്ധിച്ചേ. 1 2 3 4 5 6 7 അല്ലെ. അപ്പൊ 7 വരികളുള്ള ഒരു ചാർട്ടാണ് എന്തെന്ന് പറയുന്നത്? സ്നെല്ലൻ ചാർട്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പങ്ങളിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് എന്ത് ചെയ്യുന്നത്? കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ ആണ് കേട്ടോ. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. എത്ര മീറ്റർ അകലെ നിന്നാണ്? 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. സ്കൂളുകളിൽ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ കാഴ്ചശക്തി പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും വേണ്ട. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എത്ര വരികളുണ്ട്? 7 വരികളുണ്ട്. 6 മീറ്റർ അകലെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്നെല്ലൻ ചാർട്ടിൽ നമ്മുടെ കാഴ്ചശക്തി പരിശോധിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഈ സ്നെല്ലൻ ചാർട്ടിന് തന്നെയാണ് നമ്മൾ ലോക്മാർ ചാർട്ട് എന്ന് പറയുന്നത്. എന്താണ് ലോക്മാർ ചാർട്ട് എന്ന് പറയുന്നത്? സ്നെല്ലൻ ചാർട്ടിനെയാണ്. അപ്പോൾ സ്നെല്ലൻ ചാർട്ടിലെ വരികളുടെ എണ്ണം എത്രയാണ്? 7 വരികളാണ്. എത്ര മീറ്റർ അകലെ നിന്നാണ് നമ്മൾ ഇത് പരിശോധിക്കേണ്ടത്? 6 മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് പരിശോധിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിനകത്ത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് അറിവിന്റെ ജാലകങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിനി 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറഞ്ഞൊരു പാഠഭാഗവും അതുപോലെ തന്നെ ബഹിരാകാശം, വിസ്മയങ്ങളുടെ ലോകം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. അതുപോലെ തന്നെ ജന്തു വിശേഷങ്ങൾ എന്ന് പറയുന്ന 3 പാഠഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തായാലും 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം? ഈ 3 പാഠഭാഗങ്ങളും തീർത്തുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് ഇത്രയും ദിവസം പഠിച്ച് നമ്മുടെ 5ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലൈവ് ടെസ്റ്റ് നമുക്ക് നടത്താം അല്ലെ. ഒരു 10-15 ചോദ്യങ്ങൾ, 10-15-20 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടെസ്റ്റ് നമുക്ക് നടത്താം. പക്ഷെ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കുറച്ചുപേരെ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാത്രമേ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പഴയ പോലെ തന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് മാത്രമേ കയറ്റങ്ങ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഫലപ്രദമായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.